സമ്പന്നന്മാര് മുഴുവനും ഓരോ മഹല്ലിലുമുള്ള സമ്പന്നന്മാർ അവരുടെ സമ്പത്ത് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുത്താൽ ഒരു മഹല്ലിൽ പോലും ദാരിദ്ര്യന്മാരുണ്ടാവുകയില്ല. ഇന്ന് നമ്മുടെ ജോലി എന്താ? നമ്മുടെ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് മക്കളെ കെട്ടിക്കാനും കിഡ്നി മാറ്റിവെക്കാനും ക്യാൻസറിനെ ചികിത്സിക്കാനും പള്ളിക്കമ്മറ്റിയുടെ കത്തും പിടിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുന്നില്ലേ? ഓരോ മഹലിലെ സമ്പന്നന്മാരും അവരുടെ സക്കാത്തുകൾ കൃത്യമായി കൊടുത്താൽ വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ മുമ്പിൽ കൈയും നീട്ടി നിൽക്കുന്ന ഒരു യാചകന്മാരെയും മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികളിൽ കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ജോലി എന്താ? മഹലിലുള്ള ഏതെങ്കിലും ഒരാൾ മോളെ കല്യാണം കഴിച്ചുവിടാനോ കിഡ്നി മാറ്റാനോ വേണ്ടി ആരെങ്കിലും വന്നൊരു അപേക്ഷ കൊടുത്താൽ ജമാഅത്ത് കമ്മിറ്റി കൂടി 10 അംഗങ്ങളും കമ്മിറ്റി കൂടും. എന്നിട്ട് അവരെല്ലാവരും കൂടി പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ലെറ്റർപേഡിൽ ഒരു ലെറ്റർപേഡ് എഴുതി സൈൻ ചെയ്തു കൊടുക്കും. ഈ വരുന്ന ആൾ തണ്ടാൻ പരമയോഗ്യനാണ്, ഇയാൾ പാവപ്പെട്ടവനാണ്, സാധുവാണ്, നിങ്ങളെല്ലാവരും ഇയാളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അയാൾ യാചിക്കാൻ പരമയോഗ്യനാണ് എന്ന് എല്ലാവരും കൂടി പ്രസിഡന്റ് സെക്രട്ടറിയും അംഗങ്ങളും കൂടി ഒരു ഒപ്പുവിട്ട് കൊടുത്ത് ആ സാധു പള്ളിയിൽ മുഴുവനും വെള്ളിയാഴ്ച പള്ളിയുടെ ഗേറ്റുകളിൽ ഇതും നീട്ടിപ്പിടിച്ചു നിൽക്കും. യഥാർത്ഥത്തിൽ ഒരു മഹല്ലിൽ ഒരു പ്രശ്നം വന്ന മഹല്ല് ജമാഅത്ത് ഒരു വലിയ കേന്ദ്രീകൃത സംവിധാനമല്ലേ? അവിടെ ഏതെങ്കിലും ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടി വന്നാൽ